ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, തിരുക്കുടുംബത്തിന്റെ അനുഗ്രഹം കുടുംബങ്ങളിൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതമായ ബലിയർപ്പണ നേരമാണിത്. വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ വിശ്വാസ തീക്ഷ്ണത കൊണ്ട് വിശ്വാസ ജീവിതത്തെ ഒരിക്കൽ കൂടി പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതമായ ഒരു ദിനമാണിത്. പ്രിയപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തിരുക്കുടുംബത്തിന്റെ നന്മകളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മാധ്യസ്ഥ ശക്തിയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ നേരുകയും ചെയ്യുന്നു. വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായെ കുറിച്ച് ഓർമ്മിച്ച് ആരംഭിച്ച് തിരുക്കുടുംബത്തിന്റെ അനുഗ്രഹീതമായ ഓർമ്മകളെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചെടുത്ത് ഇടവക തിരുനാളിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ധ്യാനിച്ച് ഇടവക ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ഈ വചന വിചിന്തനത്തിൽ ഞാൻ ആഗ്രഹിക്കുക. ലളിതമായി ഈ വചന വിചിന്തനത്തിൽ ആദ്യമായി വിശുദ്ധ സഹദായെ കുറിച്ച് രണ്ട് വാക്ക്. സെബസ്ത്യാനോസ് സഹദായെ കുറിച്ച് AD 256 288 ഇടയ്ക്ക് റോമാ സാമ്രാജ്യത്തിൽ ഒരു സൈനികനായി ജീവിച്ചുവെന്ന് ചരിത്രബോധമുള്ള നമ്മുടെ മനസ്സുകളിൽ ഈ മനുഷ്യനെ കുറിച്ചുള്ള വായനയിൽ ഒരുപക്ഷെ പരിധി കണ്ടെത്തിയിട്ടുണ്ടാവാം. ക്രിസ്ത്യാനികളെ വളരെയധികം സ്നേഹിച്ചതുകൊണ്ട് തന്നെ ഇയാൾ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ ശത്രുവായി മാറി. അമ്പെയ്തിട്ടും ഇദ്ദേഹം മരണപ്പെടാഞ്ഞതുകൊണ്ട് അയലിനൊരു ഭർത്തസ്ത്രീ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വിശ്വസ്തനും വിശുദ്ധനുമായി മനുഷ്യനെ സംരക്ഷിച്ചതുകൊണ്ട് വീണ്ടും തലക്കടിച്ച് ഡയോക്ലിഷ്യൻ ചക്രവർത്തി കൊല്ലാൻ ആജ്ഞാപനം കൊടുക്കുകയും അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയാവുകയും ചെയ്ത ഒരു മനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് കർത്താവ് ഈശോ മിശിഹായുടെ തിരുക്കുരിശിനെ ബലിയർപ്പിച്ച് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. മലയാളത്തിൽ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ ഒരു കവിത 2 വരികളിൽ ഒതുങ്ങിയിരിക്കുന്നതാണ്. എത്ര വെയിലേറ്റതാണ് എൻ്റെ തണൽ, എത്ര വെയിലേറ്റതാണ് എൻ്റെ തണൽ, രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട സഭ എന്നൊരു പ്രയോഗം നമ്മുടെ ഒരു ശ്ലോസ പ്രാർത്ഥനയിലുണ്ട്. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട സഭ. തിമോത്തിയോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം, യേശുക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവനം നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും പീഡിപ്പിക്കപ്പെടും. പീഡനം ക്രിസ്ത്യാനിയുടെ അവകാശമാണ് എന്ന് വിനയപൂർവ്വം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതാനും നാളുകളിൽ വിശ്വാസ സമൂഹം യാത്ര ചെയ്യുമ്പോൾ ചില തെറ്റിദ്ധാരണകൾ, പീഡനങ്ങൾ, അവഹേളനങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം ഇടവക ജനം ഒന്നു ചേർന്ന് സെബസ്ത്യാനോസ് സഹദായുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഈശോയുടെ ബലിപീഠത്തിൽ നിന്നും ശക്തി ആവാഹിക്കുന്ന ഒരു പുണ്യദിനമായി പ്രിയപ്പെട്ടവരെ ഇത് മാറട്ടെ. എത്ര വെയിലേറ്റതാണ് ഈ തണൽ, എത്രയോ ത്യാഗങ്ങളേറ്റ് കൈമാറ്റം ചെയ്ത് തന്നതാണ് ഈ വിശ്വാസത്തിന്റെ പൈതൃകം. ഈ വിശ്വാസത്തെ സംരക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും ധർമ്മമുണ്ട് എന്ന് ഈ വിശുദ്ധരൊക്കെയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ചും സെബസ്ത്യാനോസ് സഹദാ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. ഈ ഇടവക തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിതമായതുകൊണ്ട് തിരുക്കുടുംബത്തെ കുറിച്ചുള്ള ബൈബിൾ വായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3 ലളിതമായ കാര്യങ്ങളാണ് തിരുക്കുടുംബം നമുക്ക് പറഞ്ഞു തരുന്നത്. തിരുക്കുടുംബത്തിലെ അപ്പന്റെ സവിശേഷത എന്താണ്? നീതിബോധം. അമ്മയുടെ സവിശേഷത വചനധ്യാനം. മകന്റെ സവിശേഷത അനുസരണം. ഈ 3 ലളിതമായ വാക്കുകളിൽ സംഗ്രഹിക്കാം തിരുക്കുടുംബത്തിന്റെ മുഴുവൻ ആത്മീയതയും. വലിയ ദൈവശാസ്ത്രങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല, വലിയ വായനകളിലേക്കൊന്നും പോകേണ്ടതില്ല. ലളിതമായ ഒറ്റവായന കൊണ്ട് തിരുവചന ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്ന തിരുക്കുടുംബത്തിന്റെ സന്ദേശം. അപ്പന്റെ നീതിബോധം, അമ്മയുടെ വചനധ്യാനം, മക്കളുടെ അനുസരണം, ഒരു കുടുംബത്തിൽ അഭിഷേകം നിലനിൽക്കുവാൻ, രക്ഷാകര സംഭവങ്ങളുടെ ഈറ്റില്ലമായി നമ്മുടെ കുടുംബങ്ങളും മാറ്റപ്പെടുവാൻ, ഇതിൽ കവിഞ്ഞ മറ്റൊന്നും വേണ്ട എന്ന് തിരുക്കുടുംബം നമ്മുടെ കുടുംബങ്ങളിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. യോസേപ്പ് പിതാവിനെ കുറിച്ച് എഴുതപ്പെട്ട മനോഹരമായ വാക്യങ്ങൾ എന്തൊക്കെയാണ് ബൈബിളിൽ? മറ്റുള്ളവരെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുവൻ, അവൻ അവനെ അപമാനിക്കാൻ ഇഷ്ടപ്പെടായികയാലും അപ്പന്റെ സവിശേഷത അപരനെ അപമാനിക്കാത്തവൻ. തിരുക്കുടുംബത്തിലെ അപ്പന്റെ സവിശേഷത അപരനെ അപമാനിക്കാത്തവൻ, ഭാര്യയെ അപമാനിക്കാത്തവൻ, മക്കളെ അപമാനിക്കാത്തവൻ.
ഒരു പരിഹാസ വാക്കുകൊണ്ട് പോലും അവനെ അപമാനിക്കാതിരിക്കണമെന്ന് തിരുക്കുടുംബത്തിന്റെ പിതാവായ ഔസേപ്പ് പിതാവ് എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നീതിമാൻ മറ്റൊരു വിശേഷണമാണ്. അവൻ നീതിമാനാകയാൽ. എന്താണ് നീതി? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വിശ്വാസിയുടെ കൃത്യമായ ബന്ധത്തെ വിളിക്കാൻ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് നീതി. റൈച്ചിയസ്നസ്, ജസ്റ്റിസ്, നീതിബോധം. ദൈവവും മനുഷ്യരും തമ്മിൽ ഒരാൾ കൃത്യമായി രൂപപ്പെടുത്തുന്ന അനുവാദത്തിന്റെ പേരാണ് നീതി. വിശ്വസിക്കുന്ന ദൈവത്തോടും കൂടെ ജീവിക്കുന്ന മനുഷ്യരോടും കൃത്യമായ ബന്ധം പുലർത്താൻ എനിക്കാവുന്നുണ്ടെങ്കിൽ ഞാൻ ഔസേപ്പ് പിതാവിന്റെ ജീവിത മാതൃകയിലാണ്, നീതിബോധത്തിലാണ്. ദൈവ മനുഷ്യ ബന്ധങ്ങളിലെ വിള്ളലുകൾ പരിഹരിക്കണമെന്ന് ഈ ഔസേപ്പ് പിതാവിനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു നൽകിയ ആത്മീയത അത് തന്നെയായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ മനുഷ്യരുടെ സങ്കടങ്ങളെ തിരിച്ചറിഞ്ഞേ തീരൂ. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, അന്ത്യവിധിയിൽ അവരെ നിഷേധിച്ചതൊക്കെയും ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് എന്റെ സാക്ഷ്യമായി മാറുന്നു. ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നവൻ മനുഷ്യന്റെ സങ്കടങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് എന്നുള്ള ഒരു നീതിബോധത്തിലേക്ക് ഔസേപ്പ് പിതാവിന്റെ ജീവിതം അവതരിക്കട്ടെ. ആമോസ് പ്രവാചകൻ പഴയ നിയമത്തിൽ പ്രവചിച്ചതും അത് തന്നെയായിരുന്നു. നിങ്ങളുടെ നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം പറ്റാത്ത ഉറവ പോലെയും നീതി ജലധാര പോലെ ഒഴുകട്ടെ. നിങ്ങളുടെ ബലികളിൽ ഞാൻ സംപ്രീതനാവുന്നില്ല, കാഴ്ചകൾ എനിക്ക് വേണ്ട, തുറുപാർച്ച എനിക്ക് വേണ്ട, നിങ്ങളുടെ നീതി ജലം പോലെ ഒഴുകട്ടെ. ദൈവവും മനുഷ്യനുമായുള്ള എൻ്റെ ബന്ധം നേർരേഖയിലാണോ എന്ന് ആത്മശോധന ചെയ്യാൻ ഔസേപ്പ് പിതാവ് നമ്മെ ഉജ്ജ്വലിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ തിരുനാളിന്റെ ഏറ്റവും മഹനീയമായ സന്ദേശം പ്രിയപ്പെട്ടവരെ അത് തന്നെ ആയിരിക്കും. യെശയ്യായി പ്രവചിച്ച സർവ്വതയാണ്, അനീതിയുടെ മുഖങ്ങൾ പൊട്ടിച്ചെറിയുവിൻ, നിങ്ങളുടെ ഉത്സവങ്ങൾ എനിക്ക് വേണ്ട, അനീതിയുടെ മുഖങ്ങൾ പൊട്ടിച്ചെറിയുവിൻ. നീതിബോധത്തിന്റെ മനുഷ്യരാവാൻ ഔസേപ്പ് പിതാവ് നമ്മളെ സഹായിക്കട്ടെ. എന്തായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത? വചനധ്യാനം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യത്തിൽ വളരെ മനോഹരമായ വാക്കുകളിൽ ലൂക്കാ സുവിശേഷകൻ കാച്ചിക്കുറുക്കി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവന്റെ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പൗരസ്ത്യ സഭാപിതാക്കന്മാരൊക്കെ ഈ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ള വചനത്തെ വളരെ മനോഹരമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഹൃദയത്തിൽ സംഗ്രഹിക്കുക സമം ദൈവവചനം ധ്യാനിക്കുക. ഹൃദയത്തിൽ സംഗ്രഹിക്കുക സമം ദൈവവചനം ധ്യാനിക്കുക. അമ്മയുടെ വചനധ്യാനം കുടുംബത്തിൽ അഭിഷേകം നിലനിർത്തുമെന്നുള്ള ഓർമ്മയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം. വെളിപാട് 5:4. ചുരുള് നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യരായി ആരെയും കാണാത്തതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. ചുരുള് നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യരായി ആരെയും കാണാത്തതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. ഒരു പക്ഷേ നമ്മുടെ കാലത്തെ കുറിച്ചുള്ള ദൈവാത്മാവിന്റെ വിലാപം ഇത് തന്നെയായിരിക്കും. ചുരുള് നിവർത്താത്ത കുടുംബങ്ങൾ, ദൈവവചനത്തിന്റെ ചുരുള് നിവർത്താത്തത് കൊണ്ട് അന്ധകാരത്തിലേക്ക് നിപതിച്ച കുടുംബങ്ങളിൽ പ്രകാശം വീണ്ടും വരണമെങ്കിൽ ഈ ദൈവവചനത്തിന്റെ ചുരുള് നിവർത്തണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിരുക്കുടുംബത്തിന്റെ 2ാമത്തെ സവിശേഷത വചനധ്യാനമാണ്. ദൈവവചനധ്യാനം, ദൈവത്തിന്റെ ഇഷ്ടത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു മനസ്സ്. ഇനി തിരുക്കുടുംബത്തിലെ മകനായ ഈശോയെ കുറിച്ച് ധ്യാനിക്കാം. അനുസരണമായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 32-ാം തിരുലിഖിതത്തിൽ സമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തിന്റെ ഒടുവിൽ ഈശോ പറയുന്നുണ്ട്, അവിടുത്തെ ഇഷ്ടം പൂർത്തിയാക്കുകയും അവിടുത്തെ ഹിതം നിറവേറ്റുകയും ചെയ്യുന്നതാണ് എന്റെ ഭക്ഷണം. My food is to do the will of the one who sent me. എന്നെ അയച്ചവന്റെ ഇഷ്ടം പൂർത്തിയാക്കേണ്ടതാണ് എന്റെ ഭക്ഷണം. അത്രമാത്രം ദൈവഹിതത്തോട് വിധേയപ്പെടുന്ന ഒരു മനസ്സ് കുടുംബങ്ങളിൽ സംജാതമാകണമെന്ന് ഈ തിരുക്കുടുംബത്തിലെ മകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഈ ഇടവകാംഗങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് തിരുനാളിന്റെ ആശംസയും പ്രാർത്ഥനയും. ഇടവക തിരുനാളിനെ കുറിച്ച് 3 ലളിതമായ കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തിനു വേണ്ടിയാണ് ഒരു ഇടവക തിരുനാളെന്ന് ചിന്തിച്ചു. 3 ലളിതമായ ഉത്തരങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അർത്ഥവത്താണ് എന്ന് തോന്നുന്നു എങ്കിൽ സ്വീകരിക്കാം. ഒന്നാമതായി, ഇടവക തിരുനാൾ ഒരു അനുരഞ്ജന ദിനമാവണം. അനുരഞ്ജന ദിനം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 തിരുലിഖിതങ്ങൾ. 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നു ചേരുന്ന ഇടങ്ങളിൽ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും.
വീണ്ടും പറയുന്നു, 2-3 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഒന്നു ചേരുന്ന ഇടങ്ങളിൽ ദൈവം വസിക്കുന്നു. യോജിച്ചു ചോദിക്കുമ്പോൾ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നു. ഒറ്റ സന്ദേശങ്ങൾ ഇടവക തിരുനാളിന് പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നില്ലല്ലോ എന്നുള്ള പരിദേവനം കൊണ്ട് ബലിയർപ്പണങ്ങളിൽ പങ്കുചേരുമ്പോൾ നൊവേനയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയണം, ദൈവ മനുഷ്യ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും വിള്ളലുകൾ പറ്റിപ്പോയിട്ടുണ്ടോ? ഒന്നിച്ചു ചോദിക്കുന്നിടങ്ങളിൽ, ഒരുമിച്ച് വസിക്കുന്നിടങ്ങളിൽ ദൈവം വസിക്കുമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ തിരുലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരുമയുടെ സുവിശേഷം, അനുരഞ്ജനത്തിന്റെ സുവിശേഷം ഹൃദയത്തിൽ പേരാൻ പ്രിയമുള്ളവരെ ഈ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായി ഒരു വിശ്വാസ പ്രഘോഷണ ദിനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. വിശ്വാസ പ്രഘോഷണ ദിനം, നമ്മുടെ വിശ്വാസത്തിന്റെ സാര സംഗ്രഹം അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈശോയുടെ നാമം ഒഴികെ മറ്റൊരു നാമവും. ഈശോയുടെ നാമത്തിലുള്ള ആരാധനയും വാഴ്ത്തുമായി ഒരു വിശ്വാസ പ്രഘോഷണ ദിനം പോലെ പവിത്രമായി ദിനത്തെ കൊണ്ടാടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇടവക സമൂഹം ഒന്നു ചേർന്ന് ഒരുമയോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നു എന്നുള്ള വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ഈശോയ്ക്കുള്ള ആരാധനയും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയുമായി ഈ തിരുനാൾ മാറുമ്പോൾ ഇത് തികച്ചും അർത്ഥപൂർണമായി മാറും. മൂന്നാമതായി ഇത് കൃതജ്ഞത ദിനമായി മാറണം. നന്ദിയർപ്പണത്തിന്റെ ദിനങ്ങളാകണം. സങ്കടനേരങ്ങളിൽ കാത്തുപരിപാലിച്ച ദൈവത്തിനുള്ള നന്ദിയർപ്പണത്തിന്റെ ദിനങ്ങൾ. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം നടന്നുപോയ വഴികളെ കുറിച്ച് മോശ എന്നൊരു പ്രവാചകൻ ഒരു ഗാനത്തിൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് തന്നെ കണ്ടെത്തി, കണ്ണിലുണ്ണിയായി പരിചരിച്ചു, കഴുകനെ പോലെ കൂടി ചലിപ്പിച്ചതും വിരിച്ച ചിറകുകളിൽ വഹിച്ചതും അവിടുന്നായിരുന്നു. ജീവിതത്തിന്റെ സകലനേരങ്ങളെ കുറിച്ച് ഓർത്തു നോക്കൂ. ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങളെ കുറിച്ച് ഓർത്തു നോക്കൂ. അവിടെയൊക്കെയും പ്രതീക്ഷ നൽകി മുന്നോട്ട് നയിച്ചത് ഈശോയുടെ ബലിപീഠവും തിരുവചനവും വിശുദ്ധ കുർബാനയും ആയിരുന്നുവെന്ന് നന്ദിപൂർവ്വം ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു ദിനം കൂടിയായി ഇത് മാറട്ടെ. ഇടവക ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ കൃപയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യാശയോടെ നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഓരോ വിശ്വാസിക്കും ഒരു കൃപാവരത്തിന്റെ സിംഹാസനം നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ് കൃപാവരത്തിന്റെ സിംഹാസനം? ഇടവക ദേവാലയത്തിന്റെ ബലിപീഠം. ഇടവക ദേവാലയത്തിന്റെ ബലിപീഠമാണ് കൃപാവരത്തിന്റെ സിംഹാസനം. ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തിലേക്ക് നടന്നെടുക്കാനുള്ള ദിവസമായി മാറട്ടെ ഇത്. കൃപാവരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് എന്റെ ജീവിതത്തിന്റെ സകലനേരങ്ങൾക്കുള്ള ഉത്തരം ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ദിനമായി മാറട്ടെ. എസെക്കിയേൽ ദീർഘദർശി ഒരു സ്വപ്നം കണ്ടു. പഴയ നിയമത്തിൽ എസെക്കിയേൽ 47-ാം അധ്യായത്തിൽ ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ നിന്ന് ഒരു നദി ഒഴുകുന്നു, ജീവജലത്തിന്റെ നദി. അത് പരിശുദ്ധാത്മാവിന്റെ സൂചനയാണ്. കുടുംബത്തിന്റെ ഐശ്വര്യമായി, അനുഗ്രഹമായി പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നതിന് ഇടവക ദേവാലയത്തിന്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലിൽ കൂടി ഈ ദിവസം നമ്മൾ സ്വയം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. തിരുക്കുടുംബത്തിന്റെ വഴികളിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഭദ്രമാക്കാം. നീതിബോധത്തിന്റെയും വചന ധ്യാനത്തിന്റെയും അനുസരണത്തിന്റെയും വഴികളിൽ കൂടി നടന്നു നീങ്ങുന്ന കുടുംബങ്ങളാവട്ടെ നമ്മുടെ കുടുംബങ്ങൾ. അനുരഞ്ജനത്തിന്റെയും വിശ്വാസ പ്രഘോഷണത്തിന്റെയും നന്ദി അർപ്പണത്തിന്റെയും ദിനമായി ഇത് മാറട്ടെ. ഇടവക ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന്റെ നദി ഒഴുകുന്നു എന്നത് ഓർമ്മിപ്പിക്കാനുള്ള അവസരമായി തിരുനാൾ മാറട്ടെ. തിരുക്കുടുംബത്തിന്റെ എല്ലാ നന്മകളും വിശുദ്ധ സെബസ്ത്യാനോസ് സഹോദരന്റെ മധ്യസ്ഥ ശക്തിയും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.